ഇപ്പോൾ MC നാസർ കൂടി ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. നാസർ, ഈ സംഘർഷ സാധ്യത തുടങ്ങുന്ന ഘട്ടത്തിൽ വരെ നമ്മൾ വളരെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്തതാണ്. പല തരത്തിൽ പല രീതിയിൽ ഇതിന്റെ ചർച്ചകളടക്കം നടന്നിരുന്നു, ആശ്വാസകരമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ വെറും പ്രഹസനം മാത്രമായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇതിപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, ഇനി ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ്. എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ജീന, തീർച്ചയായിട്ടും സംഘർഷപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഗൾഫ് മേഖല നീങ്ങുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മൂർത്തമായിട്ടുള്ള ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് നിലവിൽ സാധ്യത വളരെ കുറവാണ്. കാരണം കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണം നീങ്ങുന്നതിൻ്റെ സൂചനയുണ്ട്. ഇനിയിപ്പോൾ ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഗൾഫിൻ്റെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെ തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം പിന്നിട്ട പതിറ്റാണ്ടുകളൊക്കെയും പല സംഘർഷങ്ങൾക്കും ഈ പശ്ചിമേഷ്യൻ മേഖല വേദിയായിട്ടുണ്ടെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും. കാരണം നിരവധി രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ, അതും തുടർച്ചയായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു. സൗഹൃദ സ്വഭാവത്തിലുള്ള ഈ രാജ്യങ്ങൾ ആയിട്ട് പോലും ഇറാന് ഇത്തരം ഒരു മേഖലയിലേക്ക് ഈ ആക്രമണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് അമേരിക്കൻ കേന്ദ്രങ്ങളും അമേരിക്കൻ സ്ഥാപനങ്ങളും അത് തങ്ങളുടെ നിയമാനുസൃതമായിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ് എന്ന ഒരു വിശദീകരണമാണ് ഇറാൻ നൽകുന്നത്. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഇന്നിപ്പം 500-ലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. 200-ലധികം പോർവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ആക്രമണമെന്ന് അല്പം മുമ്പ് ഇസ്രായേൽ സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോർവിമാനങ്ങൾ ഇറാന് നേരെ അയച്ചതായിട്ട് കൂടിയുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നു. അതിന് പകരമായിട്ട് നിരവധി മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് ഈ രാത്രിയിലും ഇറാൻ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വളരെ ശക്തമായിട്ടുള്ള കൂടുതൽ വ്യാപ്തിയുള്ള പ്രഹരശേഷിയുള്ള ഒരു ആക്രമണ പരമ്പരകൾ ഉണ്ടാകുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നിരവധി സൈനിക കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ, എംബസികൾ ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ഇതിലേക്ക് കൂടി ആക്രമണം നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ ആശങ്കയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും പരമാവധി അവരുടെ സുരക്ഷാ നടപടികൾ പൂർണ്ണമായി തന്നെ ശക്തമായി തന്നെ എല്ലാ രാജ്യങ്ങളും സുരക്ഷാ നടപടികൾ ശക്തമായി കൊണ്ടുപോവുകയാണ്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ തുടരുക, അനാവശ്യമായി പുറത്തിറങ്ങരുത് തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഗൾഫ് മേഖല ആകെ ആശങ്കയിലാണ്.